ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഒരു തന്ത്രപരമായ സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമില്ല അതല്ല, ഈ തീരുമാനം നടക്കാതെ പോയത് വേറെ ആരുടെയോ ഇടപെടൽ കൊണ്ടാണ്. സുകുമാരൻ നായർ വളരെ ക്ലീനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സുകുമാരൻ നായർക്ക് നല്ല വിശ്വാസമുണ്ട്, വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ ഡയറക്റ്റ് ബോഡി യോഗത്തിൽ പറഞ്ഞു. ഡയറക്റ്റ് ബോഡി യോഗം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസായിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നത്. ആരവാണ്, അതുകൊണ്ടാണ് സുകുമാരൻ നായർ എങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം വരുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും താങ്കളുമായിട്ട് ആദ്യം വെള്ളാപ്പള്ളി തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനല്ല, ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരം താണ രീതിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടുപറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാൾ, ഒരു വലിയ മഹാസംഘടനയുടെ തലപ്പത്തുള്ള ആൾ, അദ്ദേഹത്തെ എങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുഭവിച്ച് സംസാരിച്ചു. അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്, ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്യത്തിൻ്റെതായ ചർച്ച നടക്കാൻ പോകുന്നുള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ട് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും?
അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു.